ചിത്രത്തിൽ അവസാനം ഈ പുലിയുമായിട്ടുള്ള മൽപ്പിടുത്തവും മറ്റും ഡ്യൂപ്പില്ലാതെയാണ് ചെയ്തിരിക്കുന്നതെന്നാണ്. പുലി ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പുലി ആയതുകൊണ്ട് അത്രയും ഡ്യൂപ്പില്ലാതെ ചെയ്യാൻ ചിലപ്പോൾ ഒരുപക്ഷെ സാധിച്ചിട്ടുണ്ടാവാം. എന്തായാലും ഈ സാങ്കേതികതയുടെ അതിപ്രസരമില്ലാതെ ഇത്തരത്തിലൊരു ചിത്രം നിർമ്മിക്കുകയും അത് അങ്ങനെ ഒരു ചിത്രം നമുക്ക് കാണുവാൻ കഴിയുകയും ചെയ്തത് എന്തായാലും അന്നത്തെ സിനിമാ പ്രേമികളുടെ ഒരു വല്ലാത്ത ഒരു ഭാഗ്യം തന്നെയാണ്. കാര്യം അന്നത്തെ കാലത്ത് സാങ്കേതിക വിദ്യ അത്രത്തോളം പുരോഗമിച്ചിട്ടില്ലാത്തൊരു കാലത്ത് ഇത്തരത്തിലൊരു പ്രമേയം സിനിമയാക്കാൻ നിർമ്മാതാവ് കാണിച്ച ധൈര്യം, അത് സംവിധാനം ചെയ്യാൻ IV ശശി കാണിച്ച ധൈര്യം, ലോഹിതദാസിന്റെ വരികളിലൂടെ ആ കഥയിലൂടെ അത് ചിത്രത്തിന് മിഴിവുകൾ നൽകുവാൻ IV ശശിക്ക് കഴിഞ്ഞതും ഇന്നും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു അത്ഭുതമായി തന്നെ ഇന്നും അവശേഷിക്കുന്നു. കാര്യം മൃഗയ അത്രയ്ക്കും മികവുറ്റ ഒരു മനോഹരമായ ഒരു കഥ പറയുന്ന ഒരു ചിത്രമാണ്.